ഞായറാഴ്ച വൈകുന്നേരത്തെ ചില കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ അപ്പത്തിനായിട്ട് കുറച്ച് അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞാൻ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഉഴുന്നും ഉലുവയും ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അരി ഇതാ ഞാൻ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ആ അരിയിലോട്ട് കുറച്ച് ചോറിടണം കേട്ടോ നമ്മൾ. അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഞാൻ അരച്ചെടുത്തു. അതൊക്കെ മിക്സാക്കി സെറ്റാക്കി ഞാൻ വെക്കുകയാണ് കേട്ടോ. ഇതാ എല്ലാം റെഡിയാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി അപ്പത്തിന് ഞാൻ നാളേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കടല. ഞാൻ എപ്പോഴും കടല തലേന്ന് വെള്ളത്തിലിടുമ്പോൾ നല്ല വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കും. അതായത് ഡയറക്റ്റായിട്ട് അത് ഞാൻ അങ്ങ് കറിയിലോട്ട് എടുക്കും കേട്ടോ. അല്ലാതെ പിറ്റേന്ന് കടല കഴുകി മാറ്റിയിട്ട് എടുക്കാറില്ല. അപ്പോൾ കഴുകി തന്നെ നമ്മൾ നല്ല വെള്ളത്തിലിട്ട് വയ്ക്കുക. 2 പച്ചമുളക്, കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് അങ്ങ് ഇളക്കി മാറ്റുക കേട്ടോ. അങ്ങനെ മാവും കടലയൊക്കെ ശരിയായി കേട്ടോ. ഇതൊക്കെ നാളേക്കിനി നമുക്ക് എടുക്കാം. ഇനി ഒരു പീസ് ചക്ക നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നാളെ കടലയുടെ കൂടെ നമ്മൾ ഈ ചക്ക അങ്ങ് ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തലേന്ന് തന്നെ അങ്ങ് ചെയ്ത് വെച്ചാൽ കാലത്ത് പിന്നെ അതിന് കിടന്ന് ഓടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ വർക്കുകളൊക്കെ എനിക്ക് പറ്റാവുന്ന വർക്കുകളൊക്കെ ഞാൻ നൈറ്റ് തന്നെ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. തലേന്ന് വൈകുന്നേരം തന്നെ ചെയ്ത് തീർക്കും. അപ്പോൾ കാലത്ത് നമ്മൾ അങ്ങ് ഓടേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ കുറച്ച് തേങ്ങ ചിരവി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ തേങ്ങയും ഞാൻ ചിരവി ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. അപ്പോൾ അത് ചിരവാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇത് തിങ്കളാഴ്ച കാലത്താണ് കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറ്റത്തോട്ട് അങ്ങ് ഇറങ്ങി. അപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി റെഡിയാക്കണം. അപ്പോൾ മുറ്റത്തോട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ മുറ്റം അടിക്കലാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. വെയിൽ വരുമ്പോഴേക്കും ഫുള്ളായിട്ട് അങ്ങ് അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുക്കളയിലേക്ക് അങ്ങ് കയറാം. അപ്പോൾ ഞാൻ കുക്കറൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സവോളയൊക്കെ അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തക്കാളി, അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർക്കണം. ഓക്കെ. പിന്നെ മസാലപ്പൊടികൾ അങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഞാൻ കടലയും അതേപോലെ തന്നെ ചക്കയും മസാലപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, അതുപോലെ തന്നെ സവോള എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അടച്ച് വയ്ക്കുക. ഒരു 3-4 വിസിൽ വരുന്നത് വരെ അതവിടെ ഇരുന്ന് വേവട്ടെ. ഓക്കെ. ഇനി നമ്മൾ തലേന്നത്തെ മാവിങ്ങ് എടുക്കുക. അതിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതൊരു സൈഡിലോട്ട് വെക്കുക. കഴിക്കാൻ നേരത്ത് നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് എന്താണ്? വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അടിച്ചു വാരണം. ഡെയിലി ഞാൻ അടിച്ചു വാരി തുടയ്ക്കാറുണ്ട് കേട്ടോ. എന്നും അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്നും ഞാനത് ചെയ്യും. അപ്പോൾ ഇതാ റൂമുകളൊക്കെ വന്ന് വൃത്തിയാക്കി ഫുള്ളായിട്ട് അടിക്കൽ തുടയ്ക്കൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം വേഗം പണികൾ തീർക്കണം. കാരണം നമുക്ക് കുറച്ചുകൂടി അങ്ങ് വൈകിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിലിൻ്റെ ചൂടിൻ്റെ പ്രശ്നം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും നമുക്ക്. അപ്പോൾ അത് നേരത്തെ തന്നെ വർക്കുകളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഓരോ വർക്കുകളായിട്ട് അങ്ങ് ചെയ്ത് വരികയാണ്. റൂം അടിച്ച് കഴിഞ്ഞു, 2 റൂമുകൾ അടിച്ച് കഴിഞ്ഞു, ഹാൾ അടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ജോലി തുടയ്ക്കലാണ് കേട്ടോ. അപ്പോൾ മോപ്പൊക്കെ കൊണ്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ അതും വേഗം വേഗം ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സിങ്കിൽ പാത്രങ്ങളുണ്ടായിരുന്നു, അതും കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വർക്കുകൾ വേഗം വേഗം ചെയ്യാൻ നോക്കുക. പറ്റാവുന്ന വർക്കുകളൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. ഇതാ അപ്പോഴത്തേനും നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങയും പെരിഞ്ചീരകവും കൂടി ചേർത്ത് അരച്ചതാണ് കേട്ടോ. എനിക്ക് കറികളിൽ ഈ തേങ്ങ ചേർത്ത് കറികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ കറി അവിടെ സെറ്റായിട്ടുണ്ട്. അത് അങ്ങോട്ട് മാറ്റി വെച്ചു. നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ ആ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ കിച്ചണൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കിച്ചണൊക്കെ റെഡിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷമാണ്. പിന്നെ ഈ ഭാഗത്തോട്ട് അങ്ങ് വരണ്ടാലോ. കണ്ടോ? അപ്പോൾ ഇതാണ് അടുക്കള കേട്ടോ. ഇനി നമുക്ക് അപ്പം അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇനി കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഓണാക്കി തുണികളൊക്കെ ഞാൻ അതിലകത്തിട്ടു കേട്ടോ. അപ്പോൾ ഈ തുണികളൊക്കെ സെറ്റാകുന്ന നേരം നമുക്ക് പോയി കുളിച്ച് വരാം.
ഓക്കെ, അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ബാക്കിയുണ്ട്. ദേ ഈ വീഡിയോസൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം എഡിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് കുറേ വീഡിയോസുകളുണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഈ സമയം കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ അവിടെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അവനെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കൊഞ്ചലൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ എടുത്ത് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇനി അടുക്കളയിൽ ബാക്കിയുള്ള കുറച്ച് പണികളുണ്ട്. അതായത് നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എല്ലാ വർക്കും തീർന്നു. അപ്പോൾ ചായ കൂടി വേണമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുകയാണ്, കൂട്ടത്തിൽ അപ്പവും കൂടി ഉണ്ടാക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ അപ്പം ചുടാണ് കേട്ടോ കഴിക്കാനുള്ളത്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇതിൽ തേങ്ങയൊക്കെ ചേർത്ത് നമുക്ക് തലേന്ന് അരയ്ക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇത് തലേന്നത്തെ കുറച്ച് ചോറ് ബാക്കിയുണ്ട്, നമുക്ക് ഇന്ന് ഉച്ചക്കലേക്ക് അത് മതി കേട്ടോ. കാരണം ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഞാനും അവനും കൂടി അപ്പമൊക്കെ കഴിച്ചു. കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളുടെ ഒരു കുഞ്ഞു ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് അങ്ങ് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ വാർക്കുകയും ചെയ്തു. ഇനി നമുക്കതൊക്കെ ഉച്ചയ്ക്ക് അങ്ങ് എടുത്താൽ മതിയല്ലോ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ കൈ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോഴേക്കും തുണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അയലിൽ കൊണ്ടിടാം. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ. ഓക്കെ, ബൈ.